ആക്ച്വലി PVR ഐക്കൺ ലോവർ പരേലിൽ ഐമാക്സിൽ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് കണ്ടിട്ട് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഡിസപ്പോയിൻറ്റഡ് ആയെന്ന് പറയാം. കാരണം ഐമാക്സിൽ ഞാൻ വിചാരിച്ച പോലുള്ള രീതിയിലുള്ള സംഭവങ്ങളൊന്നും അല്ല അവിടെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ നടന്ന് അവസാനം ഫീനിക്സ് പല്ലാഡിയും എത്തി. അവിടെ PVR ഐക്കൺ കണ്ട അങ്ങനെ PVR ഐക്കോൺ കണ്ടെത്തി. കൊട്ടാക്ക് ഐമാക്സ് വിത്ത് ലേസർ ലക്സ് PVR ഐക്കോൺ നല്ലൊരു സ്റ്റാൻഡേർഡ് തിയേറ്റർ. What's Sayara in theaters on July 18th? Taste my best, mommy, or address. For some, greatness isn't good enough. They need to dominate. ഈ ഡോൾബി സിനിമാസിൽ ഞാൻ ഒരിക്കലും ഈ സിനിമ കാണാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇനി മുതൽ ഞാനൊരു കാര്യം പറയാം. കാരണം ഈ 3D സിനിമകൾ, എനിക്ക് 3D സിനിമകൾ പേഴ്സണലി തീരെ ഇഷ്ടമല്ല. പക്ഷേ ഇനി മുതൽ 3D സിനിമകളായിട്ട് ഒരെണ്ണം റിലീസാവുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പടം റിലീസാവുന്നത് 3Dയിലാണെന്നുണ്ടെങ്കിൽ ഐമാക്സിന് കിഡിലൻ കോമ്പറ്റീറ്ററാണ് ഈ പറയുന്ന ഡോൾബി സിനിമാസ് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത 3D ആണ് ഡോൾബി സിനിമയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. അതിനുശേഷം ഞാൻ ഐമാക്സിൽ ഇവിടെ PVR ഐക്കൺ ലോവർ പരേൽ അവിടെ ഉള്ളത് ഏകദേശം ഒരു ആയിട്ട് സൈസ് എനിക്കറിയില്ല, ഒരു ഹ്യൂജ് സ്ക്രീനാണ് അവിടെ ഉള്ളത്. പിന്നെ അവിടെ ഉള്ളത് ലേസർ പ്രൊജക്ഷനാണ്, അതുപോലെ 12 ചാനലാണ് അവിടുത്തെ സൗണ്ട് വരുന്നത്. പക്ഷേ ഇത്രയൊക്കെ ഉണ്ടായിട്ട് എനിക്ക് അവിടുത്തെ 3D എഫക്റ്റ് തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഡോൾബി സിനിമാസാണ്. ഡോൾബി സിനിമാസിൽ ഞാൻ കണ്ട ആ 3Dയുടെ ആ ഒരു ബ്രൈറ്റ്നസ്, ആ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊന്നും ഈ ഐമാക്സിൽ കണ്ടപ്പോൾ തീരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് എല്ലാം തികഞ്ഞൊരു ഫോർമാറ്റും ഇല്ല, ആ കാര്യം കൂടി ഞാൻ പറയാം. കാരണം ഡോൾബി സിനിമയിൽ ഞാൻ കണ്ടപ്പോൾ 3D നല്ല കിഡിലായിരുന്നു, വളരെ ഇമേഴ്സീവായിട്ടുള്ള വളരെ നല്ല രസമായിരുന്നു ആക്ച്വലി ആ സിനിമ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പക്ഷേ ഐമാക്സ് കണ്ടപ്പോൾ ഐമാക്സിൽ എക്സ്ട്രാ ഫൂട്ടേജ് ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള 1.90:1 ആ ഒരു സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ ഫൂട്ടേജ് നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ പടം കണ്ടാണെങ്കിൽ മനസ്സിലാവും വലിയൊരു സീക്വൻസ് ഈ പടത്തിലുണ്ട്. ആ ഗലാക്ടസിനെ കാണാൻ പോകുന്നത്, പിന്നെ അത് വെച്ചിട്ട് സിൽവർ സൾഫർ പുറകെ ചേസ് ചെയ്യുന്നത്, പിന്നെ ഒരു ഡെലിവറി സീൻ വരുന്നത്, ഈ സംഭവങ്ങളെല്ലാം ഈ എക്സ്ട്രാ ഫുട്ടേജ് ഉള്ളതുകൊണ്ട് ഈ ഡോൾബി സിനിമാസിലും കണ്ടതും ഇതും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ 3D ഇനിയുള്ള കാലത്ത് ഒരു 3D സിനിമ റിലീസ് ആവണമെന്നുണ്ടെങ്കിൽ, ഡോൾബി സിനിമ നിങ്ങളുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി യുവർ ഫസ്റ്റ് പ്രിഫറൻസ്, ഇറ്റ് ഷുഡ് ബി എന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഇമേഴ്സീവ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഐമാക്സിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അതിൻ്റെ 3D എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ബെറ്റർ ദാൻ നോർമൽ സ്ക്രീനേക്കാളൊക്കെ ബെറ്ററാണ്. പക്ഷേ ഡോൾബി സിനിമയിൽ എന്തൊക്കെയാണോ എക്സ്പീരിയൻസ് ചെയ്തത് ആ സംഭവം ഇവിടെ കിട്ടുന്നില്ല. ആ സംഭവം കിട്ടാത്തിടത്തോളം കാലം നമുക്ക് ഐമാക്സിൻ്റെ 3D ആണ് ഇനി മുതൽ നല്ലതെന്ന് പറയാൻ പറ്റില്ല. നോർമൽ സ്ക്രീനേക്കാൾ നല്ലതാണ് ഐമാക്സ് 3D, പക്ഷേ ഐമാക്സ് 3Dയേക്കാൾ നല്ലതാണ് ഡോൾബി സിനിമാസ്. ഈ ഡോൾബി സിനിമാസിൻ്റെ 3D എഫക്റ്റ്, ആ ഒരു ബ്രൈറ്റ്നസ്, ആ ഒരു ഇമേഴ്സീവ് ആയിട്ടുള്ള ആ ഒരു കളർ പാല്, ഇതെല്ലാമുള്ള എന്നാൽ ഐമാക്സ് ആ എക്സ്ട്രാ ഫുട്ടേജായി കിട്ടുന്ന രീതിയിൽ അങ്ങനെയുള്ളൊരു ഫോർമാറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എല്ലാം തികഞ്ഞൊരു ഫോർമാറ്റ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അങ്ങനെ ഒരു ഫോർമാറ്റ് ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2D സിനിമകളാണെന്നുണ്ടെങ്കിൽ ഐമാക്സ് തന്നെ പ്രിഫർ ചെയ്യാം.
3D ആണെങ്കിൽ ഡോൾബി സിനിമ പ്രിഫർ ചെയ്യാം. പക്ഷേ ഡോൾബി സിനിമയിൽ നമുക്ക് എക്സ്ട്രാ ഫൂട്ടേജ് ഇതുപോലുള്ള ഐമാക്സ് ഡിജിറ്റൽ ക്യാമറകളിൽ എടുക്കുന്ന സിനിമകളുണ്ട്, അതിനുള്ള എക്സ്ട്രാ ഫൂട്ടേജ് നമുക്ക് കിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് അവിടെയും ഒരു പൂർണ്ണതയില്ല. അതായത് കുറേ ഫോർമാറ്റ് നമുക്ക് ഇറങ്ങുന്നുണ്ട്, പക്ഷേ എല്ലാ കഴിഞ്ഞൊരു ഫോർമാറ്റും നമുക്ക് ആ രീതിയിൽ കാണാൻ പറ്റുന്ന അങ്ങനെ ഒരു സംഭവം നമുക്ക് ഇല്ലാതെ പോയി. അതാണ് ഐമാക്സിൻ്റെ കൗണ്ട് ഡൗൺ. നമ്മളിപ്പോൾ ഒരു ഐമാക്സ് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഐമാക്സിൻ്റെ കൗണ്ട് ഡൗൺ അത് 3D കാണുമ്പോൾ കിഡിലനായിരിക്കും. ഫാന്റാസ്റ്റിക് 4 പുതിയൊരു കൗണ്ട് ഡൗൺ തന്നിട്ടുണ്ട്. 3D കൊള്ളായിരുന്നു, സംഭവം കൊള്ളാം. 10 മുതലുള്ള കൗണ്ട് ഡൗൺ ഇല്ല, ഫാന്റാസ്റ്റിക് 4 ആയതുകൊണ്ട് തന്നെ 4, 3, 2, 1 ആ ഒരു കൗണ്ട് ഡൗൺ ആയിരുന്നു. അവരുടെ ഒരു ട്രഡീഷണൽ കൗണ്ട് ഡൗൺ അവർ കാണിച്ചില്ല. ഈ ഫാന്റാസ്റ്റിക് 4ൻ്റെ കൗണ്ട് ഡൗൺ എന്നായിരുന്നു പടം തുടങ്ങിയത്. പിന്നെ ഈ ഒരു എക്സ്ട്രാ ഇമേജ് ഉള്ളത് കൊള്ളായിരുന്നു, ഗംഭീരമായിരുന്നു. അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷേ രണ്ടും ഞാൻ കണ്ടത് 3Dയിലായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐമാക്സിൽ ഒരു 2D സിനിമ സെലക്ട് ചെയ്ത് കാണാനാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുള്ളൂ. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു അത് ഡോൾബി സിനിമയ്ക്കും തരാൻ പറ്റില്ല, അതൊരു നോർമൽ സ്ക്രീനിനും തരാൻ പറ്റില്ല, അത് ഒരു PLF-നും മാക്സ് അല്ലാതെ വേറെ ഒരു PLF-നും തരാൻ പറ്റില്ല. അതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗലാക്ടസിൻ്റെ പുള്ളിനെ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ പുള്ളിയുടെ അതിരിക്കുന്ന ആ ഒരു ലോകം, ആ ഒരു സെറ്റിങ്, ആ ഒരു വേൾഡ് സെറ്റിംഗ് ഉണ്ടല്ലോ, അത് കിഡിലനായിരുന്നു. കാരണം ഐമാക്സ് ഫുൾ സ്ക്രീൻ പടവും കൂടിയാണിത്. അതിനുശേഷം ഷല്ലാബാൽ അവരെ ഫോളോ ചെയ്യുന്നത്, അപ്പോൾ ഒരു വോം ഹോൾ പോലെയുള്ള ഒരു സംഭവം, പിന്നെ ആ ഒരു ഡെലിവറി സീൻ, ഇതെല്ലാം കിഡിലനായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നേരെ ക്ലൈമാക്സ് സീക്വൻസ് ആണ് ഈ പടത്തിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഐമാക്സിൽ കണ്ടപ്പോൾ നല്ല ഇമേഴ്സീവ് എക്സ്പീരിയൻസ് തോന്നിയത്. അപ്പോൾ ഈ ഒരു 2 പോർഷൻ ഏകദേശം ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 50 മിനിറ്റോളം ഉണ്ടാവും തോന്നുന്നു ഈ പടത്തിൽ. ഈ 50 മിനിറ്റോളമുള്ള ഫൂട്ടേജ് ഇത് ഐമാക്സിലാണ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐമാക്സ് 2Dയിലാണ് കാണേണ്ടത്. കാരണം 3Dക്ക് ഇനി മുതൽ ഐമാക്സ് 3D ആണ് ഏറ്റവും ഗംഭീരം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ രണ്ടും 3Dയിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ നോർമൽ തിയേറ്ററിൽ കാണുന്ന 3D അല്ല നമ്മൾ ഐമാക്സിൽ കാണുന്നത്. പക്ഷേ ഐമാക്സിൽ കാണുന്ന 3D അല്ല നമ്മൾ ഡോൾബി സിനിമാസിൽ കാണുന്നത്. അപ്പോൾ ഡോൾബി സിനിമ കേരളത്തിൽ 2 സ്ഥലത്ത് വരുന്നുണ്ട്. ഒന്ന് ഫോർച്ചുനേറ്റ്ലി കൊച്ചിയിലാണ്, പിന്നെ ഒന്ന് കണ്ണൂരിലാണ്. അതും ഫോർച്ചുനേറ്റ്ലി ആണ്. കണ്ണൂരിൽ ഡോൾബി സിനിമ വരിക എന്ന് പറയുന്നത് നല്ലൊരു വെൽക്കം ചേഞ്ചാണ്. അപ്പോൾ കൊച്ചിയിൽ ഈ പറയുന്ന ഡോൾബി സിനിമ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3D പടങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോൾബി സിനിമയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് അവരുടെ 3D എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. ഐമാക്സ് ആയാലും ഡോൾബി സിനിമയാണെങ്കിലും അവർക്ക് പ്രത്യേകം ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഡോൾബി സിനിമയുടെ ഗ്ലാസ് കാണാനും കുറച്ച് അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, നിങ്ങൾ ഇന്നേ വരെ അതുപോലൊരു 3D സിനിമ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നു.